സംസാരം ടി വിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ കൂപ്പുകൈ. നമുക്ക് ഇന്ന് വേറെ ഒരു സ്പെഷ്യൽ എന്ന് പറയേണ്ട പുതിയ ഒരു ഐറ്റംസ് ഉണ്ടാക്കാൻ പോവുകയാണ്. കട്ട്ലേറ്റ്. ആദ്യമായിട്ട് ഈ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. എണ്ണ ചൂടായി. ഇനി അതിലേക്ക് ഈ ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി 2 ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. ആ ഉള്ളിയിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി. ഇത് കാശ്മീർ ചില്ലിയാണ്. 1 സ്പൂണ് കുരുമുളക്. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കിയത് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ശകലം ആഡ് ചെയ്യാണ്. 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മീറ്റ് മസാല, പാകത്തിന് ഉപ്പും, ചെറുതായിട്ട് അരിഞ്ഞ 3 പച്ചമുളക്, ശകലം മല്ലിയില. എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കും. വഴറ്റിയത് നമ്മുടെ ഇറച്ചി ഒരു 300 ഗ്രാമാണ്. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ ഒരു 3 നല്ല ഇച്ചിരി സാമാന്യം തെറ്റില്ലാതെ വലിപ്പമുള്ള 3 ഉരുളക്കിഴങ്ങ് വേവിച്ച് പൊടിച്ചത്, ഇനി ഇതിനകത്തോട്ട് വേവിച്ച് അതിന് ഒന്ന് ചെറുതായിട്ട് ക്രാഷ് ചെയ്ത ഇറച്ചി അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുരുമുളക്, ചതച്ച കുരുമുളക്, ഇനി നമുക്ക് ഇതിന് ഒരു ഷേപ്പ് വരുത്തി ഉണ്ടയായിട്ടോ അല്ലെങ്കിൽ ഏതാണോ നമുക്കിഷ്ടമുള്ള ഒരു ഷേപ്പ് ഇനി നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗോളല്ല കട്ട്ലേറ്റ് ഇനി മാവിൽ നമ്മൾ ഇതിൽ റസ്ക് പൊടിയിൽ മുക്കി എടുക്കുകയാണ്. ഇനി മുട്ടയിൽ മുക്കി റസ്കിൽ മുക്കിയെടുത്ത നമ്മുടെ കട്ട്ലേറ്റ് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാനായിട്ട് എണ്ണ ഒഴിക്കുകയാണ്. ഇച്ചിരി കൂടുതൽ എണ്ണ ഒഴിക്കണം, അതിൽ നിന്ന് പൊരിഞ്ഞ് വരണം. അങ്ങനെ നമ്മുടെ കട്ട്ലേറ്റും റെഡിയായിട്ടുണ്ട്. ഇനി അത് നമുക്ക് സോസും കൂട്ടി നമുക്ക് തിന്നാം. അത് വളരെ നന്നായിരിക്കും. ഞാൻ ചെയ്തതുപോലെ നിങ്ങളും ഇതൊക്കെ ചെയ്യും. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതി ഉണ്ടെങ്കിൽ ഈ ചെയ്തതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
വീണ്ടും ഒരു അടുത്ത ഒരു റെസിപ്പിയുമായി നിങ്ങളുടെ അടുക്കൽ ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും.